നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ആ ലോകം അച്ഛനും കൂടെ തല്ലുകൊണ്ട് അവശരായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരുടെ കോലം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാജശ്രീക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പനും മോനും ഒരു പരുവായിട്ടുണ്ടായിരുന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കഴിയുമ്പോഴാണ് പറയണത്, ദേവമംഗലങ്കാര് എടുത്തിട്ടിടിച്ച കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പോ രാജശ്രീക്ക് ദേഷ്യ സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാജശ്രീ പറഞ്ഞു, എല്ലാ തവണയും അവരുടെ മുന്നിൽ തോറ്റു തുന്നം പാടുക കൃഷ്ണമംഗലങ്കാരെ. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അച്യുതേട്ടാ, എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു, ഓരോ തവണ പണി കൊടുക്കാൻ ശ്രമിക്കുക, പണി തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുക. ആ കോറയുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഒടുവില് എന്തായി? അതും നടന്നില്ല. തല്ല് കിട്ടിയത് തന്നെ മിച്ചെന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, അച്ഛൻ എന്തിനാ വിഷമിക്കണേ? ഞാനില്ലേ അച്ഛ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. അനു അവളാണ് എന്റെ തുറുപ്പ് ചീട്ട്. എങ്ങനെ പോയാലും എതിരെ പോയാലും അവളെ ഞാൻ ഈ കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, നീ വായത്താള പഠിച്ചിട്ട് കാര്യമില്ല. കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരണം. കൊണ്ടുവരുമേ കൊണ്ടുവരും. അവളെ ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും, എന്റെ ഭാര്യയായിട്ട്. അവൾ ഈ വീട്ടിൽ കാല് കുത്തുന്നതോട് കൂടിയിട്ട് ദേവമംഗലം അവസാനിച്ചു. പിന്നെ ഞാൻ വരയ്ക്കുന്ന വരയില് ദേവമംഗലംകാർ നിൽക്കുമെന്ന് പറഞ്ഞു. ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം. അതിനെക്കുറിച്ചാണ് അലോക് പറയണത്. അത് കേട്ടപ്പോ അച്യുതൻ പറഞ്ഞു, എടാ അതൊക്കെ നടക്കുമോ? അതിന് അവളും കൂടെ സമ്മതിക്കണ്ടേന്ന് ചോദിച്ചു. എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം അച്ഛാ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് കിട്ടിയ ഓരോ തല്ലിനും നമ്മൾ കണക്ക് ചോദിക്കണ്ടേ? പിന്നെ കോറി ലൈസൻസിന്റെ കാര്യം അത് നമുക്ക് വാങ്ങിച്ചെടുക്കാം. അനു നമ്മുടെ കസ്റ്റഡിയിലായ പിന്നെ നമ്മൾ ആരും ഭയക്കേണ്ട കാര്യമില്ല. എന്തിനാ ഭയക്കണത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, കുറെ കാലമായി ഓങ്ങി ഓങ്ങി വെക്കുന്നേ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇത്തവണയെങ്കിലും നമ്മൾ ജയിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ രാജശ്രീ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം മിത്ര കോളേജിൽ പോകുന്ന സമയത്ത് ഒരു കാര്യം തീരുമാനിച്ചു. ബാങ്കിൽ പോണം, ലോണിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ വേണ്ടിയിട്ട് ആരിനും ലോൺ കിട്ടുവാണ്, നല്ല കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി ഒരു കാറും കാര്യങ്ങളൊക്കെ വേണം, പിന്നെ ഒരു റൂമൊക്കെ വേണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 10 ലക്ഷം രൂപയൊക്കെ ആവുന്ന ആരും പറഞ്ഞേ. അങ്ങനെ എന്ത് ചെയ്തു, അന്ന് മിത്ര കോളേജിൽ പോയിട്ട് ഉച്ചയായപ്പോ തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ ബാങ്കിനെ ലക്ഷ്യമാക്കി നീങ്ങുവാണ്. അപ്പൊ ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ തിരക്കുവാണ്, ലോണ് കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചു. അങ്ങനെ മിത്ര പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനുമാണ് ആര്യൻ ഒരിടെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ആര്യൻ ഡെലിവറി കൊണ്ടേ കൊടുത്തിട്ട് വരുമ്പോഴാണ് മിത്രയെ കാണുന്നത്. പെട്ടെന്ന് ആര്യൻ ബൈക്ക് നിർത്തി. എന്നിട്ട് ചോദിച്ചു, നീ ഇത് എവിടെ പോയതാ? ക്ലാസ്സിൽ പോയില്ലേ എന്ന് ചോദിച്ചു. ആ ക്ലാസ്സിൽ പോയിരുന്നു. എന്നിട്ടിപ്പോ എന്താ ഇവിടെ നിന്ന് വരുന്നേ? ഇന്നെന്താ കോളേജ് നേരത്തെ വിട്ടോന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് ബാങ്കി വരെ പറഞ്ഞായിരുന്നു. ബാങ്കിലോ? എന്താ ബാങ്ക് വിശേഷിച്ച്? അല്ലാതെ പിന്നെ ലോണിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഓഹോ, അപ്പൊ നീ ലോൺ എടുക്കാൻ വേണ്ടി വന്നാണോന്ന് ചോദിച്ചു. അതെ, ഞാൻ നിന്നോട് പറഞ്ഞോ ലോൺ എടുക്കാനായിട്ട്? അല്ല ആര്യ, ഇന്നലെ നമ്മൾ സംസാരിച്ചല്ലേ ലോണിനെ കുറിച്ച്. ട്രാവൽ ഏജൻസിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ, എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സും കൂടെ ഉണ്ടെങ്കിലേ നല്ല രീതിയിൽ പോകാലോ. ആന്റെ കഷ്ടപ്പാട് കുറച്ച് കുറഞ്ഞിരിക്കുമല്ലോ, പിന്നെ ലോൺ അടച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, ഓഹോ, അപ്പൊ നീ ഒറ്റയ്ക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാറായല്ലേ? ഒറ്റയ്ക്ക് ലോൺ എടുക്കാൻ വന്നാണെന്ന് ചോദിച്ചു. ആര്യ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചറിയണമെന്ന് കരുതി വന്നാന്ന് പറഞ്ഞു. ലോണൊക്കെ കിട്ടും, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തായാലും നമ്മൾ ഈടൊക്കെ കൊടുക്കണോന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, സമാധാനമായല്ലോ. അതെ, ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി, എടുത്തയാടി ഇങ്ങനെ ഒന്നിനും പുറപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നീ കേറാൻ പറഞ്ഞു. എങ്ങോട്ട്? കേറ്, ഞാൻ കൊണ്ടേ വിട്ടോളാം, അല്ലാതെ ഈ ടൗണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാവാരം നടക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നിത്ര കയറി ആരിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആരിന് സന്തോഷം തോന്നി. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു യാത്ര. പിന്നീട് ആരും പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് കടയിൽ കയറി ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സന്തോഷത്തോടുകൂടി കടയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് മിത്രയെ വീട്ടിൽ കൊണ്ടേ ആക്കുന്നത്. അപ്പം മിത്രയ്ക്ക് എങ്ങനെയെങ്കിലും ലോൺ എടുത്ത ആരിനെ കാര്യങ്ങളൊന്ന് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഇപ്പൊ ആരിനെ അനുഭവിക്കുന്ന കാരണം ആരും രാവും പകലും ഇല്ലാതെ ചിലപ്പോൾ ഓടേണ്ട വരുന്നുണ്ട് മിത്രയുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ട്. എന്നിട്ടും ഒന്നും തികയുന്നില്ല. മിത്രയുടെ കാര്യം, തന്റെ കാര്യം നോക്കണം, അവളുടെ പഠനവും കാര്യങ്ങളും, കോളേജ് ഫീസ്, പിന്നെ അല്ലാതെ അവള് പഠിക്കുന്നതിന്റെ. അപ്പൊ മിത്ര നോക്കിക്കഴിയുമ്പോ എങ്ങനെയെങ്കിലും ആരിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. ആരിനാണ് മിത്രയോട് ഒരു കാര്യം പറഞ്ഞു, പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണം. എന്റെ ഏക പ്രതീക്ഷ എന്താണെന്നറിയോ? നീ ഒരു IAS കാരിയെ കാണുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നീ ശ്രമിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ലോണിന്റെ പിന്നാലെ നടക്കില്ല. അതൊക്കെ വേണ്ട, എന്താന്ന് വെച്ചാൽ അതിന്റെ സമയമാകുമ്പോൾ നടത്താന്നൊക്കെ ഒരു ഉപദേശം കൂടെ കൊടുത്തിട്ടാണ് ആര്യം പോകുന്നത്. ഈ സമയത്ത് ബാലിന്റെ ഫോണിലേക്ക് ബ്രോക്കർ വിളിക്കുന്നുണ്ട്. ബ്രോക്കർ വിളിച്ചിട്ട് ആ കാര്യങ്ങൾ പറയണേ. അതെ, നാളെ ചെക്കൻ വീട്ടുകാർ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു.
പെണ്ണിനെ. അത് കേട്ടപ്പോൾ ബാലിന് സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ അവർ വന്നോളാൻ പറ, ഞങ്ങൾക്ക് വേറെ എതിർപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കോള് കട്ട് ചെയ്തിട്ട് ബാലിന് ധർമ്മനോടും ആകാശിനോടും ഒക്കെ കാര്യങ്ങൾ പറയണം. അതെ, നാളെ അനുവിനെ കാണാനായിട്ട് ചെക്കൻകൂട്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പം ധർമ്മൻ ചോദിച്ചു, അല്ല അളിയ എവിടുന്ന എന്താന്നൊക്കെ ചോദിച്ചു. അല്ല ഇന്നാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ബാങ്കിലെ ജോലിക്കാരനാ, നല്ല കുടുംബമാണ്. അച്ഛനും ബാങ്ക് ജോലിക്കാരനായിരുന്നു, പിന്നെ അമ്മ ടീച്ചറായിരുന്നു, അങ്ങനെയൊക്കെ നല്ലൊരു കുടുംബ. അനുമോൾക്ക് നല്ല സുഖമായിരിക്കും അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം രാമേട്ടൻ പറഞ്ഞു, അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ആ കല്യാണം നടത്താൻ നോക്ക് ബാല, ഇനി ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആകാശനാണെങ്കിൽ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അനു ഇങ്ങനൊരു ചതി എന്ന് പ്രതീക്ഷിച്ചല്ലോ, ആ ലോകമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ. ഒരു പക്ഷേങ്കിൽ ഇനി അതെങ്ങാനും ഇവരറിയുമോ എന്നൊരു ചിന്ത ആകാശിന്റെ മനസ്സിലുണ്ടായിരുന്നു. ആകാശിന് മുഖം വല്ലാതിരിക്കുന്ന കണ്ടപ്പോ ധർമ്മം വന്നിട്ട് ചോദിച്ചു, എന്താടാ നിനക്കൊരു സന്തോഷമില്ലാത്തതെന്ന് ചോദിച്ചു. എന്താ മാമ? അല്ല നീ എന്താ ആലോചിക്കണേ? അത് പിന്നെ മാമ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇനിയിപ്പോ അനുവിന്റെ കാര്യങ്ങൾ കല്യാണം മുടക്കാനായിട്ട് ഇനിയിപ്പോ കൃഷ്ണമംഗലങ്കാർ വല്ലതും വരുമോന്ന്. ഇത് ബാലൻ കേട്ടു. ബാലൻ പറഞ്ഞു, കൃഷ്ണമംഗലങ്കാർ തലയും കുത്തി മറിഞ്ഞാലും ഈ വിവാഹം മുടക്കാൻ പോകുന്നില്ല, എങ്ങാനും മുടക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബാലൻ ആരാന്ന് അറിയൂന്ന് പറഞ്ഞു. ഇനി അവരെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എന്നാലും സൂക്ഷിക്കണം അളിയ, അറിയാലോ അവരുടെ കാര്യം, അവരടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ തല്ല് കൊടുത്തോണ്ട് കുറച്ച് നാളത്തേക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും, പക്ഷെ എന്നാലും അനുവിന്റെ കല്യാണം എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ചേട്ടന്മാരൊക്കെയാ കുടുംബക്കാരൊക്കെയാ, പക്ഷെ ഇത്ര നെറുകെട്ടവന്മാരെ ഞാൻ കണ്ടിട്ടില്ലെന്ന് ധർമ്മം പറഞ്ഞു. ബാലൻ പറഞ്ഞു, അതിനെന്ത് വേണമെന്ന് എനിക്കറിയാടാ, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം ബാലൻ വന്നിട്ട് വീട്ടിലെ ഗോമതിയോടും എല്ലാവരുടെയും ഈ കാര്യം പറയാണ്, സുകന്യയുടെ കല്യാണക്കാര്യത്തെ അല്ല, സുകന്യയുടെ അല്ല അനുവിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച്. നാളെ ചെക്കൻകൂട്ടർ വരുന്നുണ്ടെന്ന്. അനു പറഞ്ഞു, എനിക്കിപ്പോ കല്യാണം വേണ്ട അച്ഛാ, പിന്നെ മതി എന്നൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ ബാലൻ സമ്മതിച്ചില്ല. ഇനി അങ്ങനെ തോന്നിയാസം വിടാൻ സമ്മതിക്കില്ല എന്നൊരു ചിന്തയായിരുന്നു ബാലന്റെ മനസ്സിൽ. എത്രയും പെട്ടെന്ന് തന്നെ അനുവിന്റെ വിവാഹം നടത്തണം, അല്ലെങ്കിൽ അത് വെച്ച് താമസിപ്പിക്കുന്നതോറും ബുദ്ധിമുട്ടാന്നുള്ള കാര്യം ബാലന് അറിയായിരുന്നു. അപ്പൊ ഇത് സുകന്യ കേട്ട് കഴിഞ്ഞപ്പോ സുകന്യക്ക് തോന്നി, എത്രയും പെട്ടെന്ന് അലോകിനെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം. അവൻ കുറെ മോഹിച്ച് നടന്നല്ലേ, അതുപോലെ തന്നെ അലോകൻ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നല്ലോ, അവനെ കാര്യങ്ങളൊക്കെ അവനോട് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ സുകന്യ അങ്ങോട്ട് ചെന്നു. കൃഷ്ണമംഗലത്ത് നിന്ന് അലോകിനെ അച്യുതനെ കാണുന്നുണ്ട്. കണ്ടിട്ട് കാര്യങ്ങൾ പറയണം. അതെ, ഇന്ന് അനുവിനെ കാണാനായിട്ടൊരു കൂട്ടര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നല്ല ആലോചന എന്നൊക്കെ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, ഒരു കാരണവശാലും അത് നടക്കരുത് അച്യുതേട്ടാ, ഈ വിവാഹം മുടക്കണമെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, വിവാഹം മുടക്കുന്ന കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ പേര് അതിനകത്തേക്ക് വലിച്ചിട്ടേക്കല്ലേ, ഞാനാണ് ഈ കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞതെന്ന്. അച്യുതൻ പറഞ്ഞു, നിന്നെ എന്താണ് ഞങ്ങൾ ഒറ്റാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, സുകന്യേച്ചി ചേച്ചിക്ക് അറിയാലോ ഞാൻ എത്രമാത്രം അവളെ സ്നേഹിച്ചിരുന്നു, എന്നിട്ടിപ്പോ അവൾ എന്നെ തേച്ചിട്ട് വേറെ വിവാഹം കഴിക്കാൻ പോവാ, എന്റെ കൊക്കിന് ജീവനുണ്ടായാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവളെ ഈ വീട്ടിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവർത്തിച്ച് കാണിക്കുകയോ ചെയ്യണ്ടേ, പിന്നെ അറിയാലോ എങ്ങാനും വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേവമംഗലംകാർ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. ബാലേട്ടനൊക്കെ ബാക്കി വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. രാജശ്രീ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, പക്ഷെ ഒരു കല്യാണം മുടക്കാനാണോ ബുദ്ധിമുട്ട്? അതെന്താണെങ്കിലും അച്യുതേട്ടനൊക്കെ മുടക്കിയിരിക്കെ സുകന്യ, അവളിനി എത്ര അവിടെ തപസ്സിരുന്ന് പറഞ്ഞാലും അവൾക്ക് കല്യാണം നടക്കാൻ പോകുന്നില്ല, അലോകമായിട്ടൊരു ബന്ധമല്ലാതെ അവൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാകത്തില്ല എന്നൊക്കെ സുകന്യയോട് പറയണം. അങ്ങനെ സുകന്യ പിരി കയറ്റി കൊടുത്തിട്ട് വീട്ടിലേക്ക് വരിക. ആ സമയം ഗോമതിയൊക്കെ ഭയങ്കര സന്തോഷത്തില, എത്രയും പെട്ടെന്ന് തന്നെ അനുവിന്റെ വിവാഹം. അപ്പൊ അന്ന് മീനാക്ഷിയൊക്കെ ലീവ് എടുത്തിരുന്നു. അനുവിനെ പെണ്ണ് കാണാൻ വരുവാണല്ലോ, അപ്പൊ എത്രയും പെട്ടെന്ന് അനുവിന്റെ കല്യാണം നടക്കണം. അപ്പൊ ആ ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാരും. പക്ഷെ ദേവമംഗലത്തെ ചതിക്കാനായിട്ട് സുകന്യ പോയി കൃഷ്ണമംഗലംകാരോട് കൊളുത്തി കൊടുത്തെന്നുള്ള കാര്യങ്ങളൊന്നും അവരൊട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയിപ്പൊ എന്തൊക്കെ ആരൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അനുവിന്റെ കല്യാണം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാലനൊന്നും വെറുതെ ഇരിക്കില്ല, ഇപ്പൊ കൊടുത്തതിന്റെ ബാക്കിയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സുകന്യ അതിന്റെ പിന്നിലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ധർമ്മൻ അവിടെ പ്രശ്നം ഉണ്ടാക്കും, ധർമ്മൻ അവളെ അടിച്ചിറക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.